തൻ്റെ അപ്രമേയമായ ശക്തിവിശേഷം മുഴുവൻ പുറത്തെടുത്ത് വളരെ അകലെയുള്ള ലങ്കയിലേക്ക് ഞാനിപ്പോൾ ചാടാം എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന സമയം. അങ്ങനെയാണ് നമ്മളവിടെ നിർത്തിയിട്ട് പോയത്. കുറച്ച് നേരം കൂടെ അവിടെ നിൽക്കട്ടെ, കുറച്ച് കാര്യങ്ങൾ അവിടെ നമുക്ക് സംസാരിക്കാനുണ്ട്. രാമായണത്തിലെ 7 കാണ്ഡങ്ങളാണല്ലോ പിന്നെ രാമായണത്തിനുള്ളത്. എല്ലാം കൂടെ കൂട്ടിയാൽ 7 എണ്ണം വരും. ആ സപ്തകാണ്ഡങ്ങൾ ഉള്ളതിൽ സുന്ദരകാന്ഡം ഒഴികെ ബാക്കിയെല്ലാം ഇതിവൃത്ത പരാമർശവുമായി നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ചില കാര്യങ്ങളുള്ളതാണ്. അതായത് ബാലകാന്ഡം, അത് രാമൻ്റെ ബാല്യ അവസ്ഥയെ സൂചിപ്പിക്കുന്ന വിവരണങ്ങളാണ്. രണ്ടാമത് അയോധ്യാകാന്ഡമായപ്പോൾ അയോധ്യയുടെ ഭരണപരമായ സവിശേഷതകളും പ്രകൃതി ലാവണ്യങ്ങളും അതിൽ നടക്കുന്ന സംഭവങ്ങളും അതൊക്കെയാണ് അതിൽ വന്നത്. പിന്നെ ആരണ്യകാന്ഡമായി, ആരണ്യം വനമാണ്. അപ്പോൾ കാന്താരവാസത്തിൽ അല്ലെങ്കിൽ കാടകങ്ങളിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, അവിടെ രാമാദികൾ എത്തിപ്പെടുന്നത്, അതിനെ സംബന്ധിക്കുന്ന ഓരോ കാര്യങ്ങൾ ഒക്കെയാണ് നമ്മൾ അവിടെ ആരണ്യകാന്ഡത്തിൽ പരിചയപ്പെട്ടത്. യുദ്ധകാന്ഡത്തിലാണെങ്കിൽ രാവണനെ വധിക്കുകയും മറ്റ് രാക്ഷസന്മാരെ വധിക്കുകയും ഒക്കെ ചെയ്യുന്ന രാമൻ്റെ വീരസാഹസിക കഥകളടങ്ങുന്ന ഭാഗമാണ്. എന്നാൽ സുന്ദരകാന്ഡം ആരെ സംബന്ധിച്ചുള്ളതാണ്? എന്തിനെ സംബന്ധിച്ചിട്ടുള്ളതാണ്? സുന്ദരകാന്ഡമാണ്. ഒന്ന്, അത് മറ്റ് കാണ്ഡങ്ങളെ അപേക്ഷിച്ച്, അധ്യായങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും ആകർഷകമായ നിലയിൽ ഭാഷ ഉപയോഗിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ പദങ്ങൾ അയത്ന ലളിത കോമള കാന്ത പദാവലികളെന്ന് പറയുമെങ്കിലും അത് അർത്ഥബോധം വരത്തക്കവണ്ണം ഇനം തിരിച്ചു പറയുന്നതിന് വിഷമമുള്ള ഭാഗമാണ്. എങ്കിലും രചനാപരമായ ഒരു കൗശലം അതിനകത്തുണ്ട്. രണ്ടാമത്, വാനരനായ ഒരാളെ വരേണ്യനാക്കി മാറ്റിയ ഒരു കഥാഭാഗം കൂടിയാണത്. വാനരനായ ഒരാളെ വരേണ്യനാക്കി, വരേണ്യൻ ശ്രേഷ്ഠൻ ആക്കി. മറ്റെവിടെയും അങ്ങനെ ശ്രേഷ്ഠത്വം കൽപ്പിക്കുന്നില്ല. ഒരു കഥാപാത്രത്തിനും ഇത്രയും ഒരു ശ്രേഷ്ഠത്വം രാമായണത്തിൽ കാണാൻ കഴിയുന്നില്ല. രാമൻ, സീത, ലക്ഷ്മണൻ എന്ന് 3 പേര്, ഭക്തനായ വിഭീഷണൻ എന്നൊരാൾ, ഇങ്ങനെ ഏതാനും ചില ആളുകളിലൂടെ നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള അവതരണം വരുമെങ്കിലും രാമായണത്തിലെ ഏറ്റവും പ്രധാനമായ നിലയിൽ ഭക്തിയെ കൈകാര്യം ചെയ്തിട്ട് മുമ്പോട്ട് നീങ്ങുന്ന സാത്വികതയുള്ള ഒരു കഥാപാത്രം ഈ ഹനുമാൻ അല്ലാതെ വേറെ ഇല്ല. അതുകൊണ്ട് ഹനുമാൻ വളരെ പ്രധാനിയായതുകൊണ്ട് അവിടെ വാനരൻ എന്നുള്ള അർത്ഥത്തിൽ തന്നെ അവിടെ സുന്ദരനാണ്. എന്താണ് അവിടുത്തെ സൗന്ദര്യം? ആ സൗന്ദര്യം അദ്ദേഹത്തിൻ്റെ ശ്രമകരമായ പാണ്ഡിത്യവും അതിനനുസരിച്ചുള്ള ശുദ്ധ മാനവികത സൂചിപ്പിക്കും. ആദിവർഗമാണെങ്കിലും ഗിരിവർഗമാണെങ്കിലും പിന്നെ ഈ വനവാസിയാണെങ്കിലും അദ്ദേഹം പ്രകടിപ്പിക്കുന്ന പണ്ഡിതോചിതമായ നിലയിലുള്ള ആ ധൈഷണികമായ ബുദ്ധിപരമായ ആ മികവും തികവും മറ്റൊരു കഥാപാത്രത്തിനും കൽപ്പിക്കാനില്ലാത്തതുകൊണ്ട് സുന്ദരനാണ് എന്ന് പറയാം. ഇനി സുന്ദരതീതി സുന്ദര, അതാണ് വാക്ക്, ആണ് നിഷ്പാദനം വരുന്നത്. സുന്ദരതീതി സുന്ദര. സുന്ദരതീതി സുന്ദര എന്ന് പറഞ്ഞാൽ ദുഃഖത്തെ പിളർക്കുന്നത് എന്നാണ്. ദുഃഖത്തെ പിളർന്ന് കളയുക. അവിടെ എന്താണ് രാമായണത്തിലെ തീവ്ര ദുഃഖത്തിൻ്റെ സംഗതി? രാവണൻ്റെ സീതാപഹരണവും ആ സീതാപഹരണം സൃഷ്ടിച്ച വിരഹദുഃഖവും അതുമൂലം സംഭവിക്കുന്ന മറ്റു കുറേ കാര്യങ്ങളുമാണ്. അപ്പോൾ ദുഃഖത്തെ പിളർക്കുന്നത് എന്ന് ഒരർത്ഥം അവിടെ വരുന്നുണ്ട്. ഇത് കൂടാതെ പിന്നെയും അർത്ഥമുണ്ട്. അപൂർവങ്ങളായ വസ്തുക്കളെ ലഭിച്ചു എന്നുള്ളത്, അതായത് ദുഷ്പ്രാപമായ വസ്തുക്കളെ കിട്ടി എന്നുള്ളതാണ് ഒരർത്ഥം സുന്ദര ശബ്ദത്തിനുള്ളത്. അപൂർവ വസ്തുക്കൾ തിരിച്ചു കിട്ടിയ നഷ്ടാർത്ഥ ലാഭം, അതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. നഷ്ടാർത്ഥ ലാഭം സുന്ദരം പ്രകീർത്തിതം എന്ന് പറയും. അതായത് എന്താണ് അവിടെ നഷ്ടം? സീതയെ നഷ്ടപ്പെടുകയും അത് ആ സീത എന്ന ആ വ്യക്തിയെ വീണ്ടെടുക്കുന്നതിന് ഏറ്റവും കൂടുതൽ ശ്രമം നടത്തിയിട്ടുള്ളതുമായ ആൾ ഹനുമാൻ എന്ന് വരും. അങ്ങനെയും സുന്ദര ശബ്ദത്തിന് ഒരർത്ഥം പറയാം. എന്നാൽ ബ്രഹ്മവിദ്യയെ സംബന്ധിച്ചും ഒരു വ്യാഖ്യാതാക്കന്മാരങ്ങനെ അഭിപ്രായപ്പെടുന്നുണ്ട്. ബ്രഹ്മവിദ്യ അത്ര എളുപ്പമുള്ള കാര്യമല്ല. രാവിലെ വൈകുന്നേരവും കുളി കഴിഞ്ഞ്
സന്ധ്യാനാമം ജപിക്കുകയും പിന്നെ ഏതെങ്കിലും ഉപാസനാമൂർത്തികളെ മാത്രം മനസ്സിൽ ധ്യാനിക്കുകയും ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രം ബ്രഹ്മവിദ്യ കിട്ടുകയില്ല. ജീവിതത്തിൻ്റെ അർത്ഥപരമായ വിവക്ഷകൾ എന്തെല്ലാമാണെന്ന് പഠിക്കുകയും പരിശോധിക്കുകയും അതിനെക്കുറിച്ചുള്ള വിശദമായി ധരിക്കുകയും മോക്ഷത്തിനു വേണ്ടി സദാ യത്നിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ബ്രഹ്മവിദ്യ സാധ്യമാണെങ്കിലും നമ്മളെപ്പോലെ സാധാരണക്കാരായ ആളുകൾക്ക് ബ്രഹ്മവിദ്യ എളുപ്പം കിട്ടുന്നതല്ല. അതുകൊണ്ട് ബ്രഹ്മവിദ്യ പ്രാപിക്കുക എന്നതിൽ കവിഞ്ഞ് ഏറ്റവും സുന്ദരമായ ഒരു കാര്യം ജീവിതത്തിലില്ല. കാരണം പുണ്യം പ്രതീക്ഷിച്ചാണ് എല്ലാവരും ജീവിക്കുന്നത്, ഒരു മോക്ഷം പ്രതീക്ഷിച്ചാണ് എല്ലാവരും ജീവിക്കുന്നത്. എങ്ങനെയെങ്കിലും ജീവിച്ച് മരിക്കട്ടെ എന്ന് വിചാരിക്കുന്നതിനേക്കാളും പുണ്യപൂർണ്ണങ്ങളായ കർമ്മങ്ങൾ ചെയ്യുക, സൽക്കഥാശ്രവണങ്ങൾ നടത്തുക, പുണ്യസ്ഥാനങ്ങൾ സന്ദർശിക്കുക, അതുപോലെ നാമം സദാ ജപിച്ചുകൊണ്ടിരിക്കുക, ഈശ്വരപരമായ കാര്യങ്ങളിൽ മുഴുകിയിരിക്കുക, മറ്റ് അനാശാസ്യമായ കാര്യങ്ങളിൽ ഉൾപ്പെടാതിരിക്കുക, കഴിയുന്നത്ര സൽസ്വഭാവിയായിരിക്കുക, മറ്റാളുകൾക്ക് ഗുണകരമായി പ്രവർത്തിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ധാരാളമായി ചെയ്യണമെന്ന് വിചാരിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. അങ്ങനെ വിചാരിക്കുന്നത് എന്തിനാ? ഈ ബ്രഹ്മാത്മകമായ ഒരു പ്രാപ്തി ഉണ്ടാകാനാണ്, ബ്രഹ്മവിദ്യ പ്രാപിക്കാൻ വേണ്ടിയാണ്. അതാണ് ഏറ്റവും സുന്ദരമെന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് പിന്നെ ഋഷീശ്വരന്മാരായ ആളുകൾ, സന്യാസിമാരായ ആളുകൾ ഈ ഈ സുന്ദര ശബ്ദത്തിന് അങ്ങനെയാണ് അർത്ഥമെന്ന് വ്യാഖ്യാനിച്ചു വച്ചിട്ടുണ്ട്. ഇനി ആദ്യം ഞാൻ പറഞ്ഞതുപോലെ അയത്ന ലളിത സുന്ദര കാന്തമായ പദാവലി, അയത്നം ഒരെഫർട്ടില്ല എന്നാണ്. ലളിതം കൊച്ചു കൊച്ചു വാക്കുകളാണ്, ലാളിത്യമുള്ള വാക്കുകൾ. അയത്ന ലളിത സുന്ദര കാന്തം, ആകർഷകത്വമുള്ളത് കൊണ്ട് സുന്ദരം. അങ്ങനെ പദാവലി വാക്കുകളുടെ കൂട്ടം. അതുകൊണ്ട് രചനാപരമായ ഒരു കൗശലം സാധിച്ചിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞ ആ വാചകം ഒന്നുകൂടെ അത് ഓർമ്മിക്കുകയാണ്. വാനരനായ ഒരാളെ വരേണ്യനാക്കി മാറ്റാൻ കഴിഞ്ഞ ഒരു രചനാപരമായ കൗശലം, ആർക്കും സാധിക്കാത്ത തരത്തിലുള്ള കൗശലം വാൽമീകി അനന്യസുന്ദരമായി അസാധാരണമായ മികവോടെ സാധിച്ച് വിജയിച്ചിരിക്കുന്നു. അത് ആ സാഹിത്യകൃതിയുടെ ആദികാവ്യത്തിൻ്റെ മഹനീയതയിൽ ഏറ്റവും പ്രധാനമാണ്. അതുകൊണ്ടാണ് സുന്ദരകാന്ഡം എന്ന് പറയുന്നത്. ഇങ്ങനെ പല പല യുക്തികൾ ഈ സുന്ദര ശബ്ദത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇനി ഈ സുന്ദര ശബ്ദത്തിന് വേറൊരർത്ഥം, സുന്ദര എന്ന വാക്കിന് ദൂതൻ എന്നൊരർത്ഥമുണ്ട്. ദൂതൻ രാമൻ്റെ ദൗത്യവുമായിട്ടാണ്, മിഷൻ ആയിട്ടാണ് ഹനുമാൻ ലങ്കയിലേക്ക് പോയത്. അങ്കുലീയകം കൊടുത്തു വിട്ടു, അടയാളവാക്യം പറഞ്ഞു ഏൽപ്പിച്ചു. ഇതെല്ലാം ഹനുമാൻ്റെ കയ്യിലാണ്, പക്കലാണ് രാമൻ നൽകി അയക്കുന്നത്. അപ്പോൾ മാത്രമല്ല പിന്നെ ഹനുമാൻ പറയുകയും ചെയ്യുന്നുണ്ട്, ദൂതോസ്മ്യഹം എന്ന് പറയുന്നുണ്ട്, രാമൻ്റെ ദൂതനാണ് ഞാനെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ദൂതൻ എന്ന അർത്ഥത്തിൽ അവിടെ സുന്ദര ശബ്ദത്തെ കൂടി. അപ്പോൾ വിവിധാർത്ഥമോ വിവിധങ്ങളായ വ്യാഖ്യാനമോ വേണ്ടി വരുന്ന ഒരു ശബ്ദമാണ് ഈ സുന്ദരം എന്നുള്ളത്. ഇതിലേത് വേണമെങ്കിൽ നമുക്ക് സ്വീകരിക്കാം. ഏത് സ്വീകരിച്ചാലും രാമായണത്തെ സംബന്ധിച്ചിടത്തോളം ശരിയാണ്. ഇല്ലേ, പൂച്ച എടുത്തെറിയുന്നത് പോലെയാണ്. പൂച്ച എടുത്തെറിയാൻ എങ്ങനെ വീണാലും അത് 4 കാലല്ലേ വീഴൂ എന്ന് പറയുന്നത് പോലെ ഇതേത് അർത്ഥം എടുത്താലും നമുക്കിവിടെ ന്യായീകരിക്കാൻ കഴിയും, സമർത്ഥിക്കാൻ കഴിയും. അതാണ് ഇതിൻ്റെ ഒരു മഹത്വം എന്ന് പറയുന്നത്. അതൊക്കെ സാധാരണ കൃതികൾക്കൊന്നും കിട്ടുന്ന കാര്യമല്ല. ഇത് വെറുമൊരു സാഹിത്യകൃതി അല്ല, ജീവിതഗന്ധിയായ, ജീവിതത്തിൻ്റെ അനുസ്യൂത താളം, തുടർച്ചയായ താളം ക്രമീകരിച്ചു സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഒരു മനുഷ്യ കഥാഗാനമാണിത്. ചരിത്രവും ആ ചരിത്രത്തോടൊപ്പം കവിയുടേതായ ഭാവന വിശേഷവും കൂടെ കൂട്ടിക്കലർത്തി എഴുതിയ ഒരു കൃതി. അത് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉണ്ടായതാണ്. അന്ന് ഈ മനുഷ്യ ഹൃദയത്തെക്കുറിച്ചും മനുഷ്യൻ്റെ വ്യത്യസ്ത സ്വഭാവങ്ങളെക്കുറിച്ചും അത് വരുത്തുന്ന മറ്റു മനുഷ്യരിൽ ഉണ്ടാക്കുന്ന ആഘാതങ്ങളെക്കുറിച്ചും വ്യക്തിപരമായി അതിനുണ്ടാകുന്ന നേട്ടങ്ങളും കോട്ടങ്ങളും എന്തെന്നതിനെക്കുറിച്ചും എല്ലാമുള്ള ദീർഘവീക്ഷണം ഉണ്ടാവുക എന്ന് പറയുന്നത് ആലോചിച്ച് നോക്കൂ. ഇന്ന് പോലും മനുഷ്യർക്ക് ആർക്കെങ്കിലും കഴിയുന്ന കാര്യമാണോ? അപ്പോൾ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, യുഗങ്ങൾക്ക് മുമ്പ് ഇത് സാധിക്കുക എന്ന് പറഞ്ഞാൽ ആ മഹത്വത്തെ, ആ വ്യക്തിയുടെ മഹത്വത്തെ നമ്മൾ എങ്ങനെയാണ് അളക്കാൻ കഴിയുന്നത്? കുറ്റം പറയാൻ എല്ലാവർക്കും കഴിയും. പക്ഷേ ഈ രീതി ഒരു വാക്കെഴുതാൻ, പിന്നെ ഗായത്രി മന്ത്രത്തിൽ 24 അക്ഷരങ്ങളുണ്ടല്ലോ. ഓം ഭൂർഭുവ സ്വഹ തത് സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ന അല്ല, ന പ്രചോദയാത് എന്നാണ്. 24 അക്ഷരമുണ്ട്.
ഈ ഓരോ അക്ഷരത്തിനും ഓരോ 1000 എന്ന കണക്കിലാണ് വാൽമീകി രാമായണത്തിൽ 24,000 ശ്ലോകങ്ങളുള്ളത്. 24,000 അനുഷ്ടുപ്പ് ശ്ലോകങ്ങൾ എന്ന് പറയും. അനുഷ്ടുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു വരിയിൽ 8 അക്ഷരമുള്ള വൃത്തം എന്നാണ്. 8 അക്ഷരമേ ഉള്ളൂ ഒരു വരി. അതങ്ങനെ കണക്കാക്കി 24,000 ശ്ലോകങ്ങളാണ് വാൽമീകി രാമായണത്തിൻ്റെ മുഴുവൻ ശ്ലോകസംഖ്യ. അത് എങ്ങനെ ചുമ്മാതെ കുറേ ശ്ലോകങ്ങൾ എഴുതാൻ സംസ്കൃത പാണ്ഡിത്യം ഉണ്ടെങ്കിലും കുറച്ച് കവിത്വം ഉണ്ടെങ്കിലും ഒക്കെ സാധിച്ചേക്കും. ഇത് ഈ ഗായത്രി മന്ത്രത്തിൻ്റെ 24 അക്ഷരങ്ങളിലെ ഓരോ അക്ഷരത്തിനും ഓരോ 1000 എന്ന കണക്കിൽ ധർമാർത്ഥ കാമമോക്ഷങ്ങളാകുന്ന പുരുഷാർത്ഥത്തെ സൂക്ഷിച്ചുപയോഗിച്ചുകൊണ്ട് എഴുതിയൊരു കൃതിയായത്. അതിലെ നടുനായകമായ മധ്യമണിയായി സൂചിപ്പിക്കാവുന്ന ഒന്നാണ് ഈ സുന്ദരകാന്ഡം എന്ന് പറയുന്നത്. സുന്ദരകാന്ഡത്തിലെ കഥാവസ്തു ഏതാണ്ട് അങ്ങനെ തന്നെ പറയണം. അത് യുദ്ധകാന്ഡവും ഉത്തരകാന്ഡവും ഒക്കെ ഉണ്ടെങ്കിലും ഈ സുന്ദരകാന്ഡം എന്ന് പറയുന്നത് രാമായണത്തിൻ്റെ മധ്യഭാഗത്ത്, ഏതാണ്ട് മധ്യഭാഗത്ത് കാണുന്നതാണ്. അത് ഭഗവത്ഗീതയുടെ കാര്യം പറയുന്ന പോലെ 1,25,000 ശ്ലോകങ്ങളുള്ള മഹാഭാരതത്തിൻ്റെ മധ്യമണിയായി കൊരുത്തിട്ടിരിക്കുന്ന കൈവല്യ രുദ്രാക്ഷമാണ് ഭഗവത്ഗീത എന്നാണ്. ഇത് ഒരു അഭിപ്രായമായി പണ്ട് ഞാൻ പറഞ്ഞ ഒരു വാചകമായത്. ഭഗവത്ഗീതയെക്കുറിച്ച് പഠിച്ചിട്ട് ഒരിടത്ത് പറഞ്ഞതാണ്. യാദൃശ്യമായിട്ടങ്ങ് വന്ന വാചകമാണ്, പിന്നെ അത് മറന്നില്ലെന്നേ ഉള്ളൂ. ഇതിഹാസത്തിൻ്റെ മധ്യമണിയായി കൊരുത്തിട്ടിരിക്കുന്ന കൈവല്യ രുദ്രാക്ഷമാണ് ഭഗവത്ഗീത എന്നുള്ള പ്രയോഗം. എന്തായാലും ശരി, നമുക്ക് സുന്ദരകാന്ഡത്തിലേക്ക് തന്നെ വരാം. ഇപ്പോൾ ഹനുമാൻ ഇവിടെ ചാടാൻ സമുദ്രം ലംഘനം നടത്താൻ തയ്യാറായി അങ്ങനെ നിൽക്കുകയാണ്. ഒരു കാര്യം കൂടെ ഒന്ന് പറയട്ടെ, പറഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് തന്നെ പ്രവേശിക്കാം. കാര്യമെന്ന് പറഞ്ഞാൽ ഈ കണ്ടംപററി സൊസൈറ്റിക്ക്, അതായത് സമകാലിക സമൂഹത്തിന് ഈ രാമായണം കൊണ്ട് എന്ത് വിശേഷമാണ്? എൻ്റെ ആദ്യത്തെ ക്ലാസ് ഞാൻ കുറച്ചൊന്ന് പറയാൻ തുടങ്ങിയതാണ്, പിന്നെ മറ്റ് വിഷയങ്ങളിലേക്ക് കടന്നു പോയതുകൊണ്ട് അത് പറയാൻ പറ്റിയില്ല. ഈ സമകാലിക സമൂഹം, ഇന്നത്തെ നമ്മുടെ ഈ സമൂഹം, ആളുകളുണ്ടല്ലോ, വ്യത്യസ്ത മതങ്ങളും വ്യത്യസ്ത ചിന്തകളും വ്യത്യസ്ത രാഷ്ട്രീയങ്ങളും വ്യത്യസ്ത മനോഭാവങ്ങളും വ്യത്യസ്ത സംസ്കാരങ്ങളും വ്യത്യസ്ത ആഹാര രീതികളും വ്യത്യസ്ത ഭക്ഷണ രീതികളും എന്ന് വേണ്ട എല്ലാം കൊണ്ട് വ്യത്യസ്തത പുലർത്തുന്ന നമ്മുടെ ഇന്നത്തെ സമൂഹത്തിന് ഇതെന്തുമാതിരി ഗുണമോ ദോഷമോ ആണ് ചെയ്യുക എന്നുള്ളത്. ദോഷം എന്തെങ്കിലും വരുത്തുന്നു എന്ന് വിചാരിക്കുന്നതിനപ്പുറം എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ എന്നാണല്ലോ പരിശോധിക്കേണ്ടത്. ദോഷൈകതൃക്കാകരുത്, നമ്മൾ ഗുണൈകതൃക്കാകണം. അപ്പോൾ ഗുണം എന്താണ്? ഏതൊരു മനുഷ്യൻ്റെയും ഏത് കാലത്തെയും ജീവിതത്തിന് അനുപേക്ഷണീയമായി സ്വീകരിക്കേണ്ടത് ഇന്നെവിറ്റബിൾ എന്ന് പറയും, ഒരിക്കലും മാറ്റി നിർത്താൻ കഴിയാത്തതാണ്, അത്ര അത്യന്താപേക്ഷിതമായിട്ടുള്ള ജീവിത മൂല്യങ്ങൾ. എന്തൊക്കെയാണവ ജീവിത മൂല്യങ്ങൾ? സത്യം, ധർമ്മം, അഹിംസ, സദാചാരം, സന്മനോഭാവം, സഹവർത്തിത്വം, സഹകരണം, മറ്റുള്ളവരിലെ ഗുണം കാണാനുള്ള കഴിവ്, മറ്റാളുകളെ ഒരു തരത്തിൽ ഉപദ്രവിക്കാതിരിക്കൽ, മറ്റുള്ളവർക്ക് നന്മ വരണമെന്ന് പ്രാർത്ഥിക്കൽ, എല്ലാം കൂടെ ഒരു 13 വരും. അപ്പോൾ ഇത്രയും മൂല്യങ്ങൾ ഇതിലേതെങ്കിലുമൊക്കെ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പോലും ജീവിതം വിജയമാണ്. അപ്പോൾ പിന്നെ ഇത് എല്ലാം കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയണോ? അപ്പോൾ ഈ സന്ദേശങ്ങളാണ്, ഈ മെസ്സേജുകളാണ് നമുക്ക് ഈ ഇതിഹാസത്തിൽ നിന്ന് കിട്ടുന്നത്. അതാണ് ഈ സമകാലിക സമൂഹത്തിന് ഈ ഗ്രന്ഥത്തെ കൊണ്ടുള്ള പരമപ്രയോജനം. മനുഷ്യനായി തന്നെ ജീവിച്ചു പോകുമ്പോൾ അവിടെ സൂക്ഷിക്കേണ്ടി വരുന്ന ചില പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകളെയാണ് നമ്മൾ മൂല്യങ്ങൾ അല്ലെങ്കിൽ വാല്യൂസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ വാല്യൂസിനെ, ആ മൂല്യങ്ങളെ എന്നും ഏത് കാലത്ത് നമുക്ക് വേണം, ഏത് സമൂഹത്തിന് നമുക്ക് വേണം, ഏത് വ്യക്തിക്ക് നമുക്ക് വേണം, ആബാലവൃദ്ധം ജനങ്ങൾക്കും കുട്ടികൾ മുതൽ വൃദ്ധന്മാർ വരെയുള്ള ആളുകൾക്ക്, ആസേതു ഹിമാചലം സമുദ്രം മുതൽ അങ്ങ് ഹിമാലയം വരെയുള്ള ആളുകൾക്ക് വേണം. അതല്ലെങ്കിൽ അപ്പുറത്തേക്ക് പോയാൽ ലോകത്തുള്ള എല്ലാവർക്കും വേണം. ഈ വസുധ മുഴുവൻ, ഈ ഭൂമി മുഴുവൻ ഉള്ള ആളുകൾക്ക് ഉപയോഗപ്പെടുന്നതാണ് ഇത്തരം ജീവിത മൂല്യങ്ങൾ. ആ മൂല്യങ്ങൾ ഉറപ്പിക്കാനുള്ള ഉപാധിയാണ് ഈ കീർത്തന സാഹിത്യത്തിൻ്റെ പ്രധാനമായ ഒരു കൃതി എന്നുള്ള നിലയിൽ അധ്യാത്മരാമായണം കിളിപ്പാട്ടായതുകൊണ്ട് തന്നെ കിളിയുടെ ശബ്ദം വളരെ മധുരവും ഉദാരവും ശ്രേഷ്ഠവും ആകർഷകവും ആസ്വാദ്യവും മധുരവുമാണ്. അങ്ങനെയുള്ള മധുരമായ ശബ്ദത്തിൽ ഈ വാക്കുകൾ ഓരോന്നും പാടാൻ കഴിയും, വായിക്കാൻ കഴിയും, ഓർമ്മിക്കാൻ കഴിയും. അതുകൊണ്ടാണ് മലയാളി മനസ്സിൻ്റെ നാവിൻ ചുണ്ടിൻ തുമ്പിലുമെല്ലാം ഈ രാമകഥയുടെ ചെറിയ ചെറിയ അക്ഷരങ്ങൾ അടരുകളായി, സംസ്കാരമായി, മധുരമായി, തേൻമൊഴിയായി അങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ അത് നമുക്ക് വേണ്ടതാണ്, അത്യാവശ്യമായും വേണ്ടതാണ്. ശരി, ഇനി സുന്ദരകാന്ഡത്തിലേക്ക്. അപ്പോൾ നമ്മളെന്താണെന്നില്ല, ഈ ഹനുമാൻ്റെ ശക്തിവിശേഷങ്ങളെക്കുറിച്ച്
എടുത്തു പറഞ്ഞത് ആരാണ്? ഓർമ്മിപ്പിച്ചത് ആരാണ്? ജാംബവാനാണ്. ജാംബവാൻ ഈ വാനരന്മാരിൽ വെച്ച് ഒരുപാട് പ്രായമുള്ള ആൾ, അവരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രായമുള്ള ആളായി ജാംബവാൻ. ഒരുപാട് തലമുറ കണ്ട ആളായി ജാംബവാൻ. ഒരുപാട് സംഭവ പരമ്പരകളുടെ ഈ മുനമടങ്ങാത്ത തെളിമ മങ്ങാത്ത ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലിങ്ങനെ കിടക്കുകയാണ്. കഴിഞ്ഞു പോയതെല്ലാം ഓർമ്മിക്കും. പുതിയ കാര്യങ്ങൾ വരുന്നത് പോലെ തന്നെ പഴയ കാര്യങ്ങളും മനസ്സിൻ്റെ അകത്തിങ്ങനെ ഉണ്ടാകും. മനസ്സിലിങ്ങനെ ഓരോന്നും തെളിഞ്ഞ് വരും. അങ്ങനെ വന്നപ്പോൾ ഹനുമാനെക്കുറിച്ച് ആലോചിച്ചു ജാംബവാൻ. ഇവിടെ എന്താണ് കരണീയമായുള്ളത്? സമുദ്രം ലംഘിച്ച് അപ്പുറത്ത് ചെന്ന് സീതാദേവിയെ കാണുകയാണ്, രാമൻ്റെ ദൗത്യം ഏൽപ്പിക്കുകയാണ്. ഇതിന് കഴിവുള്ളവരാര്? എത്രയോ വാനരന്മാർക്കുണ്ട്. അവരെല്ലാം അവരവരുടെ പരിമിതമായ കഴിവുകളെക്കുറിച്ച് ബോധ്യമുള്ളവരാണ്. എനിക്കിത്ര ചാടാമെന്ന് അവർ ഓരോരുത്തരും പറയുകയായിരുന്നു. അതിൽ ഒരുത്തൻ മാത്രം പറഞ്ഞു കുറച്ചധികം ഞാൻ ചാടാം, എല്ലാം വയ്യ. അപ്പോൾ എല്ലാം വെള്ളത്തിൽ കൊണ്ട് ചത്തുപോയില്ലേ അവരെല്ലാം. അപ്പോൾ അതില്ലാതെ എങ്ങനെ പറ്റും? അപ്പോഴാണ് ജാംബവാൻ്റെ ബുദ്ധിയിൽ പണ്ടത്തെ കാര്യം ഓർമ്മയായി വന്നു. തെളിഞ്ഞ ഓർമ്മ. പണ്ട് ഈ ഹനുമാൻ എന്തൊക്കെയാണ് ചെയ്തത്? സൂര്യനെ കണ്ടുകൊണ്ട് അതിനെ ഭക്ഷിക്കാൻ കൊള്ളാമെന്ന് വിചാരിച്ച് എടുത്ത് ചാടി സൂര്യൻ ഇങ്ങനെ താടിയതിനെ ഒരു വെട്ട് കൊടുത്തു. അങ്ങനെയുള്ള കാര്യങ്ങൾ വരികയാണ്. ആ ശക്തി അത്ര. സൂര്യൻ്റെ അടുത്തേക്ക് ചാടണമെങ്കിൽ സാമാന്യക്കാരനായാൽ മതിയോ? ഭൂമിയിൽ നിന്ന് അത്ര ദൂരത്തേക്ക് ചാടണമെങ്കിൽ മാത്രമാണ് ശക്തി സ്വരൂപമായിട്ട് കണക്കാക്കുമ്പോൾ ശിവബീജമാണിത് ഇത് മാറിയത്. അഞ്ജനയുടെ ഗർഭത്തിൽ നിക്ഷേപിച്ചുവെങ്കിലും മാരുതി കാറ്റ് വായുദേവൻ കൊണ്ടെന്ന് അഞ്ജനയുടെ ഗർഭത്തിൽ നിക്ഷേപിച്ചുവെങ്കിലും ശിവബീജമാണ്. ശിവൻ്റെ അപാരമായ ശക്തിവിശേഷങ്ങൾ പുത്രനിലും സംഗ്രഹിച്ചിട്ടുണ്ടല്ലോ. അതൊന്ന് വികസിപ്പിച്ചെടുത്താൽ മതിയല്ലോ. ഈ സമുദ്രമല്ല, അപ്പുറത്തെ സമുദ്രം ചാടാനും ഈ ഹനുമാന് കഴിയുമെന്നുള്ള പക്ഷമാണ് ജാംബവാനുള്ളത്. അപ്പോൾ ജാംബവാൻ്റെ മുഖത്തു നിന്ന് കേട്ട വാക്കുകളെ കൊണ്ട് ഉറങ്ങിക്കിടന്ന പൗരുഷവും ഉത്സാഹവും ഉണർന്ന് വികസിച്ച് ആവേശഭരിതനായ ആഞ്ജനേയൻ ഉറക്കെ അട്ടഹസിച്ചുകൊണ്ട് ചാരിതാർത്ഥ്യത്തോടെ മഹേന്ദ്രപർവ്വതത്തിൻ്റെ മുകളിലേക്ക് കയറാൻ തുടങ്ങിയെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. പർവ്വതത്തിലേക്ക് കയറുന്ന ഓരോ കാൽവയ്പിലും ഹനുമാൻ വിചാരിക്കുകയാണ്, ഞാൻ ധന്യനാണ്, മഹാധന്യനാണ്, ശ്രേഷ്ഠനാണ്, എൻ്റെ ജന്മം സഫലമായി, ഇതുപോലൊരു ഭാഗ്യം വേറെ ആർക്കും കിട്ടുകയില്ല. ഇന്നെങ്കിലും എനിക്ക് സീതാദർശനം സാധിക്കുമല്ലോ. എത്രയോ കാലം കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നതാണ് ആ മായാരൂപിണിയായ സീതാദേവിയെ, എൻ്റെ ശ്രീരാമചന്ദ്രൻ്റെ പട്ടമഹിഷിയെ എനിക്കൊന്ന് തൃക്കൺ പാർക്കാൻ അവസരം കിട്ടണമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ എന്തായാലും ഇന്നെങ്കിലും എനിക്കത് സാധിക്കുമല്ലോ എന്നാണ് ഹനുമാൻ വിചാരിച്ചത്. അപ്പോൾ തനിക്ക് സമുദ്രത്തെ ചാടാൻ സാധിക്കുമോ, വല്ല ആപത്തും സംഭവിക്കുമോ എന്നും മറ്റുള്ള വിചാരമല്ല ഹനുമാൻ ഉണ്ടായത്. അയ്യോ, ഇത്രയും ദൂരം ഞാൻ ചാടി അപ്പുറത്ത് ചെല്ലണമല്ലോ, 100 യോജനയും ചാടി അപ്പുറത്ത് ചെല്ലണമല്ലോ, എന്നാലല്ലേ സീതാദേവിയെ കാണാൻ പറ്റൂ എന്ന് വിചാരിച്ച് ഇരിക്കല്ല. എനിക്ക് സീതയെ കാണാമല്ലോ എന്നാണ്. എന്ത് ചെയ്തും ഞാൻ അവിടെ എത്തും എന്നാണ്. ഇതാണ് നിശ്ചയദാർഢ്യം. ഈ നിശ്ചയദാർഢ്യം ആർക്കുണ്ടാവും? നമ്മുടെ ഏത് കർമ്മങ്ങളിൽ നമ്മൾ ഈ നിശ്ചയദാർഢ്യമുള്ളവരായി മാറുന്നുണ്ട്? ഞാൻ ചെയ്യും, തീർച്ചയായിട്ടും ചെയ്യും എന്ന് വിചാരിച്ചാണോ നമ്മൾ ചെയ്യുന്നത്? അല്ല. ഒക്കുന്നെങ്കിലാട്ടെ, സാധിക്കുന്നെങ്കിലാവട്ടെ എന്നേ ഉള്ളൂ. തീർച്ചയായും ഞാൻ ചെയ്യും എന്ന് പറയുന്ന നിശ്ചയദാർഢ്യം ഉണ്ടല്ലോ, അതാണ് വേണ്ടത് എപ്പോഴും. അപ്പോൾ അത് തൻ്റെ ഈ കഴിവിനെക്കുറിച്ച്, തനിക്കത് ചാടാൻ കഴിയാതിരിക്കുന്നതിനെക്കുറിച്ചോ അല്ലെ കഴിയുമെന്നതിനെക്കുറിച്ചോ വിശേഷിച്ചൊരു വിചാരം ഈ ഹനുമാനില്ല. ഞാൻ അപ്പുറത്ത് ചെന്ന് സീതാദേവിയെ കാണാൻ എനിക്ക് പറ്റും എന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോഴെങ്കിലും ഒന്ന് കാണാൻ പറ്റുമല്ലോ, എൻ്റെ മോഹം സഫലമാകുമല്ലോ എന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇത്ര ദിവസവും തനിക്കത് സാധിച്ചില്ലല്ലോ എന്നുള്ള ഒരു പശ്ചാത്താപം മാത്രമേ ഉണ്ടായുള്ളൂ. ഹൃദയത്തിൽ രാമൻ്റെ രൂപം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക. കണ്ണടച്ചാൽ രാമൻ്റെ സ്വരൂപം ഇങ്ങനെ ഹൃദയവിധാനത്തിൽ അതിതേജോരൂപമായി ഒരു തേജോവിഗ്രഹമായി ഇങ്ങനെ നിൽക്കുക. അതാണ് സങ്കല്പത്തിൻ്റെ ശക്തി. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളവരോ അല്ലെങ്കിൽ ഏറ്റവും ശത്രുതയുള്ളവരോ ആയ 2 ആളുകളെ നമുക്ക് മനസ്സിൽ സങ്കല്പിക്കാൻ പറ്റും. നന്നായിട്ട് ഒന്നോർത്ത് നോക്കി, എല്ലാവർക്കും പറ്റും. ഇടയ്ക്ക് നിൽക്കുന്ന ആളുകളെ അത്ര ഓർമ്മിക്കത്തില്ല. ഏറ്റവും സ്നേഹമുള്ള ആളെയും ഏറ്റവും ശത്രുത്വമുള്ള ആളെയും നമുക്ക് ഏറ്റവും നന്നായി മനസ്സിൻ്റെ കണ്ണാടിയിൽ കാണാൻ കഴിയും. ഉള്ളിലേക്ക് നോക്കിയാൽ മതി, കാണാൻ പറ്റും. കണ്ടോ, അയാളുടെ മൂക്ക്, അയാളുടെ കണ്ണ്, അയാളുടെ നെറ്റി, അയാളുടെ കവിൾ, ഇങ്ങനെ അയാൾ നടന്നു വരുന്നു, നമ്മളോട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ നമ്മളെ കോപത്തോടെ നോക്കുന്നു, അല്ലെങ്കിൽ സ്നേഹത്തോടെ നോക്കുന്നു, നമ്മളോട് മധുര സംഭാഷണം നടത്തുന്നു. ഇങ്ങനെ നമുക്ക് സങ്കല്പിക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെ ഒരു സൗകര്യം എല്ലാവർക്കും ഉണ്ട്. ഈ മനസ്സിൽ എല്ലാം സങ്കല്പിക്കാം. അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, എവറസ്റ്റ് കൊടുമുടിയിലേക്ക് നമുക്ക് ഇപ്പോൾ നോക്കാം അല്ലേ?
ഇപ്പോൾ നോക്കാം, അടുത്ത നിമിഷം പോലും വേണ്ട, ഇപ്പോൾ നമ്മൾ അടുത്തിരിക്കുന്ന പുസ്തകത്തിലേക്ക് നോക്കാം, അടുത്തിരിക്കുന്ന നമ്മുടെ കയ്യിലോ കാലിലോ നോക്കാം, എത്ര വേഗമായി മനസ്സിൻ്റെ വേഗമെന്ന് പറയുന്നത്. അതാണ് കുമാരനാശാൻ പറക മനഃഖഗ എന്ന് പ്രയോഗിച്ചത്. അതാണ് ഖഗം എന്ന് പറഞ്ഞാൽ പക്ഷി എന്നാണ്. ഖം ആകാശം, ഗമിക്കുന്നത്, പക്ഷി എന്നർത്ഥമുണ്ട്, ശരം എന്നർത്ഥമുണ്ട്. ഒക്കെ അത്ര വേഗം, മനസ്സിൻ്റെ അത്രയും വേഗം വേറെ ഒരു മീഡിയത്തിനുമില്ല, ഒരു ഉപാധികൾക്കുമില്ല, ഒരു മാധ്യമത്തിനുമില്ല. അപ്പോൾ സമുദ്രത്തെ തരണം ചെയ്യാൻ കഴിയുന്ന ഒരു ബോധം ഹനുമാനിൽ ഉറച്ചു. പരമപുരുഷനായ ശ്രീരാമചന്ദ്രൻ്റെ സർവ്വശക്തികളും തന്നിലുണ്ടെന്ന് സ്വയം വിശ്വസിച്ചു. ശ്രീരാമന് അദമ്യമായ ശക്തി, ആ ശക്തി മുഴുവൻ തന്നിലേക്ക് ആവാഹിക്കപ്പെട്ടു എന്നൊരു വിശ്വാസമാണ്. വിശ്വാസമല്ലേ എല്ലാം എന്ന് കല്യാൺകാർ പറഞ്ഞതുപോലെ നമുക്ക് പറയേണ്ടത് വിശ്വാസമാണ് ഏറ്റവും പ്രധാനം. വിശ്വസിക്കലും വിശ്വസിപ്പിക്കലുമാണ് ജീവിതത്തെ നിലനിർത്തിക്കൊണ്ടു പോകുന്ന ഏറ്റവും വലിയ കാര്യം. വിശ്വസിക്കുകയുമാകാം, വിശ്വസിപ്പിക്കുകയും ആവാം. സ്വയം വിശ്വസിക്കുക, മറ്റുള്ളവരെ വിശ്വസിപ്പിക്കുക. ഈ രണ്ട് കാര്യവും എത്രത്തോളം സാധിച്ച് വിജയിക്കുന്നുവോ അതനുസരിച്ചാണ് ഒരാളുടെ ജീവിതത്തിൻ്റെ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ശരിക്കും സന്യാസപരമായ നിലയിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ ഈ സീതയെ കാണണമെന്നുള്ള ബോധം തീവ്ര മുമുക്ഷുവായ ഒരു സാധകൻ്റെ ഭാവത്തെയാണ് ഹനുമാനിൽ കൂടെ അവതരിപ്പിച്ചിരിക്കുന്നത് പറയാം. മുമുക്ഷു എന്ന് പറഞ്ഞാൽ മോക്ഷത്തെ ആഗ്രഹിക്കുന്നയാൾ. തീവ്ര മുമുക്ഷുവായ ഒരു സാധകൻ്റെ, ഭക്തൻ്റെ ഒരു ഭാവത്തെയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. പരമാർത്ഥമായ ഈ മോക്ഷപ്രാപ്തിക്കുള്ള ആഗ്രഹം ഉണ്ടാവുകയും അത് തീവ്രമായിരിക്കുകയും വളരെ കഠിനമായിരിക്കുകയും ചെയ്യുന്നിടത്തോളം കാലമാണ് അയാൾക്ക് വൈരാഗ്യം കൊണ്ട് സംസാരത്തെ ജയിക്കാൻ കഴിയാതെ അകറ്റിക്കൊണ്ട് കളയുന്നത്. കാലം അനുകൂലമായാൽ സാധിക്കും. അതാണ് ലങ്ക. ലങ്ക എന്നുള്ളത് ലങ്ക എന്നാണ്, ലങ്ക എന്നല്ല, ലങ്ക എന്നാണെങ്കിൽ അത് കാലമാണ്. തിരിച്ചു പറഞ്ഞു നോക്കൂ, ലങ്ക എന്ന് പറഞ്ഞാൽ കാലമാണ്. അപ്പോൾ കാലമാണ് ഇവിടെ സംസാര മോചനത്തിനുള്ള ഉപാധിയായി സ്വീകരിക്കേണ്ടതെന്നുള്ള അർത്ഥം അവിടെ വരും. അത് വേദാന്തപരമായ കാര്യമാണ്. അത് പെട്ടെന്ന് നമുക്ക് ദഹിച്ചു എന്ന് വരില്ല, പക്ഷേ അങ്ങനെ ഒരു അർത്ഥമുണ്ട് അതിന് താത്വികമായ നിലയിൽ. കാരണം ഇത് ഭക്തികാവ്യമാണല്ലോ. അധ്യാത്മരാമായണം എന്ന് പറയുന്നത് ഭക്തികാവ്യമാണ്. ആ ഭക്തികാവ്യമാകുമ്പോൾ ആ നിലയിലുള്ള പ്രാധാന്യം ഇതിനുണ്ട്, ഈ കൃതിക്കുണ്ട്. അതുകൊണ്ടാണ് അതും കൂടെ പറയേണ്ടി വരുന്നത്. അപ്പോൾ കാലം എന്നുള്ളത് തിരിച്ചിടുമ്പോൾ ലങ്ക എന്നാവും. ആ ലങ്കയിലേക്കാണ് ചാടിക്കടക്കുന്നത്. കാലത്തെ അതിജീവിക്കുക എന്നർത്ഥം. എപ്പോഴെങ്കിലും വരാനുള്ള കാര്യത്തെ നമുക്ക് ഈ ആയുസ്സിനിടയിൽ സാധിക്കണമെന്ന് വിചാരിച്ച് എത്രയും പെട്ടെന്ന് സാധിച്ചെടുക്കുക. എന്ത് ഗംഭീരമായ നിലയിലുള്ള ഒരു സൂചനയാണ് കവി നൽകുന്നത് എന്ന് ഓർത്ത് നോക്കൂ. അപ്പോൾ ഈ സംസാരത്തെ, ഭയാനകമായ സമുദ്രത്തെയാണ് ഈ കാലം, അതിനെ കടക്കുക. അപ്പോൾ കാലത്തെ അതിജീവിക്കുക എന്നർത്ഥം വരും. അതിൻ്റെ മറുകരയിലേക്ക് ചാടിക്കടക്കുക എന്നുള്ള വിഷമമായ കാര്യമാണ്. എന്നാൽ മറുകര എത്താതെ സീതയെ കാണാൻ പറ്റുമോ? അതില്ലതാനും. അപ്പോൾ ഈ കാലഗണനകൾക്കും കാലപരമായ സവിശേഷതകൾക്കും അപ്പുറത്തേക്ക് പോയാലാണ് ഈ അധ്യാത്മ വിദ്യയായ സീത എന്ന ആശയത്തെ കാണാൻ കഴിയുന്നത്, സാക്ഷാത്കരിക്കാൻ കഴിയുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. സംസാരധർമ്മങ്ങളെ നിശേഷം ജയിക്കാതെ ബ്രഹ്മവിദ്യ ഉണ്ടാവുകയില്ല. അതാണ് ഹനുമാൻ അല്ലാതെ മറ്റാർക്കും ഇത് കഴിയാതെ വന്നത്. ഹനുമാന് മാത്രം കഴിയാൻ കാരണം എന്താ? ഹനുമാൻ ദൃഢഭക്തി കൊണ്ട് സാധിച്ചെടുത്ത സാധകത്വമാണ് ഹനുമാനെ അതിന് പ്രാപ്തനാക്കിയതല്ല, വേറെ ഒന്നുമല്ല. വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമേ അങ്ങനെയുള്ള ഈ മോക്ഷത്തിനുള്ള ആവേശം, മുമുക്ഷുത്വം എന്ന് പറയും, മോക്ഷത്തിനുള്ള താല്പര്യം ഉണ്ടാവുകയുള്ളൂ. വളരെ അപൂർവം ആളുകൾക്ക്. സാധാരണ ജനങ്ങൾക്കൊന്നും ഇത് സാധിക്കുകയുമില്ല. എന്തായാലും ജീവിതത്തിൻ്റെ ലക്ഷ്യം അതാണ്, കർത്തവ്യം അതാണ് എന്നുള്ള ബോധ്യം ഉണ്ടാകുന്നതോടുകൂടി അവിടുന്ന് ചാടാമെന്ന് തീരുമാനിച്ചിരിക്കുക. മഹേന്ദ്രപർവ്വതത്തിൻ്റെ മുകളിൽ കയറുന്ന ഉറക്കെ അട്ടഹസിച്ചുകൊണ്ട് മുന്നിൽ പരന്നു കിടക്കുന്ന സമുദ്രത്തെ ദീർഘമായിട്ടൊന്ന് നോക്കി, ഇങ്ങനെ തലതിരിച്ച് അവിടെ ഇവിടെ നോക്കി. വിശാലമായ സമുദ്രം ഇങ്ങനെ കിടക്കുന്നു. രണ്ട് കൈകളും ആകാശത്തിൽ അങ്ങനെ പൊക്കി പിടിച്ചു. രണ്ട് കാലുകൾ കൊണ്ടും പർവ്വതത്തെ ചവിട്ടി അമർത്തി മേലോട്ട് കുതിച്ചു ചാടി. ഈ ചാട്ടം ചിറകില്ലാത്ത ഒരു മഹാസത്വം ആകാശത്തുകൂടെ പറന്നു പോകുന്ന പ്രതീതി ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ വാദാത്മജൻ, ഈ ഹനുമാൻ, ഈ വാദാത്മജനാണ്, വാദത്തിൻ്റെ ആത്മജനാണ്. വാദന കാറ്റ്, വാരുതി. അപ്പോൾ കാറ്റിൻ്റെ വേഗമാണ്. വായു വേഗത്തിൽ ആകാശത്തിലൂടെ തെക്കോട്ട് നീങ്ങാൻ തുടങ്ങി. അഞ്ജനാപുത്രൻ്റെ അത്യത്ഭുതകരമായ ഈ യാത്ര, ഈ പ്രയാണം, ഈ യാത്രയെ ആശ്ചര്യത്തോടുകൂടി മാത്രമേ ദേവന്മാരും ഉപദേവന്മാരും ഋഷികളും എന്ന് വേണ്ട ഇതിനെക്കുറിച്ച് അറിഞ്ഞ ആളുകളെല്ലാം കണ്ടുള്ളൂ.
കാഴ്ചക്കാരെ അമ്പരപ്പിക്കും, അത്ഭുതപ്പെടുത്തുക മാത്രമല്ല അമ്പരപ്പിക്കുകയും കൂടി ചെയ്തു. ഇത് ആർക്കും സാധിക്കുന്ന കാര്യമാണ്. ആ ഒരു ചവിട്ട്, ആ താഴോട്ടുള്ള ആ പാദത്തിൻ്റെ ആ ഊന്നൽ കൊണ്ട് എന്തൊക്കെ ശല്യങ്ങളാണ് ഉണ്ടായത്. അതിന് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, പോത്തിൽ ഒളിച്ചിരിക്കാൻ പാമ്പുകളെല്ലാം പേടിച്ചോടി, പക്ഷികൾ ഓടിച്ചോടി, ഹിംസ്ര ജന്തുക്കളുണ്ട് അതെല്ലാം ഓടിപ്പോയി, കുരങ്ങന്മാരും അതുപോലെ മറ്റ് ജീവികളുണ്ട് അവരെല്ലാം പേടിച്ചു പോയി. ആ ഭൂമിക്ക് തന്നെ ഒരു വിറയലുണ്ടായി, ഒരു കിടുക്കമുണ്ടായി. എന്തൊരു പ്രത്യേകതയാണ് ആ ഭാവം. അത് ഗംഭീരമായിട്ടാണ് വാൽമീകി മഹർഷി വിവരിക്കുന്നത്. അത്രയും ശക്തമായി അധ്യാത്മരാമായണത്തിൽ നമ്മൾ കാണുന്നില്ല. ആ വാൽമീകിയുടെ കൃതി വായിക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളോ ഇതെങ്ങനെ സാധിക്കുന്ന ഒരാൾക്ക് വിവരിക്കാൻ നമുക്ക് തോന്നിപ്പോകും. വേറെ ആരാന്നേലും അക്കരെ പറ്റാൻ കഴിയാതെ ഇടയ്ക്ക് വീണു പോകും എന്നാൽ കണ്ണോട് നിൽക്കുന്ന ആൾ വിചാരിക്കും അതിൽ ഇപ്പം വെള്ളത്തിൽ വീഴും, ഇപ്പം വെള്ളത്തിൽ വീഴും എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഒരു പ്രശ്നവുമില്ല. ഹനുമാൻ അവിടെ നിന്ന് ഇങ്ങനെ അങ്ങ് പോവുക. സമുദ്രം തന്നെ വിചാരിച്ചു ഇനി ഇയാൾ തറ വീണ് പോയാലോ, ഇയാളുടെ ദൗത്യം പോയില്ലേ, അതുകൊണ്ടൊന്ന് ഒന്ന് ചെയ്യാമെന്നുള്ള വരുണൻ്റെ ആ ഒരു ആഗ്രഹത്തോടു കൂടി ഈ സമുദ്രത്തിൽ നിന്ന് ഈ ഒരു പർവ്വതം മുകളിലോട്ട് ഉയർന്നു വന്നു. മൈനാകപർവ്വതം മുകളിലേക്ക് ഇങ്ങനെ ഉയർന്നു വന്നു. മൈനാകപർവ്വതം മുകളിലേക്ക് ഉയർന്നു വന്നപ്പം മൈനാകം പറഞ്ഞു, പിന്നെ ഹനുമാനെ ഇവിടെ അല്പനേരം ഒന്ന് ഇരുന്നിട്ട് പോകാം, ഒന്ന് വിശ്രമിച്ചിട്ട്. അപ്പോൾ പറഞ്ഞു, ഇല്ല, രാമദേവൻ്റെ സന്ദേശവുമാണ് ഞാൻ പോകുന്നത്, ശ്രീരാമചന്ദ്രൻ്റെ സന്ദേശവും കൊണ്ടാണ് ഞാൻ പോകുന്നത്. അത് ഇല്ലാതെ അത് സാധിക്കാതെ ഞാൻ എങ്ങും വിശ്രമിക്കുകയില്ല. എനിക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, അതാണ് ആത്മസാക്ഷാത്കാരത്തിന്. എപ്പോഴും അതല്ലേ, ആയുസ് അല്പവും അനിശ്ചിതവുമാണെന്നും ആത്മസാക്ഷാത്കാരവും കൈവല്യപ്രാപ്തിയും മാത്രമാണ് ജീവിതത്തിൽ സാധിക്കാനുള്ളതെന്നും അത് സാധിക്കുന്നതിന് മുമ്പ് ആയുസ് നശിക്കാൻ പാടില്ല എന്നും വിചാരിക്കുകയാണ് ജീവിത ലക്ഷ്യം. ആ ജീവിത ലക്ഷ്യം തീരുമ്പോഴാണ് ആളുകളെ തയ്യാറാകുന്നത്. സ്വാമി വിവേകാനന്ദൻ തന്നെ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് കുറച്ച് ദിവസത്തിന് മുമ്പ് പറഞ്ഞു, എനിക്ക് പോകാൻ സമയമായി, എനിക്ക് ജന്മത്തിൽ ചെയ്യാനുള്ളതെല്ലാം ഞാൻ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു, ഇതെനിക്ക് പോകാൻ സമയമായി, അതുകൊണ്ട് ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞ് ഏൽപ്പിച്ചു, നീ അത് ചെയ്ത് മറ്റേത് ചെയ്തു. ശങ്കരാചാര്യ സ്വാമികൾ അങ്ങനെയായിരുന്നു, രാമകൃഷ്ണ പരമഹംസർ അങ്ങനെയായിരുന്നു. ഈ ഭൗതിക ജീവിതം സമാപിപ്പിക്കാനുള്ളതിനെക്കുറിച്ചുള്ള സൂചന വളരെ മുമ്പ് തന്നെ അവർക്ക് കിട്ടുന്നു. കാരണം ഒരു മനുഷ്യായുസുണ്ട്, ഇന്നതെല്ലാം ഭവിക്കണം എന്നുണ്ട്, ഇന്ന കാലം വരയണം, ഇന്നതെല്ലാം ഭവിക്കണം എന്നാണ് നിയമം. ഇന്ന ആളുകളെ കാണണം, ഇന്ന സംഭവങ്ങൾ ഉണ്ടാകണം, ഇന്ന രീതിയിൽ പ്രതികരിക്കണം, ഇന്ന കാണാതിരിക്കണം, ഇങ്ങനെയൊക്കെയുള്ള നിശ്ചയങ്ങളുണ്ട്. ആ നിശ്ചയങ്ങൾക്കൊടുവിൽ പോയേ പറ്റൂ എന്നുള്ള അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് ഹനുമാൻ തനിക്ക് ഏറ്റവും പ്രധാനമായ രാമകാര്യം സാധിക്കുന്നതിന് മുമ്പ് ആഹാരമോ ഉറക്കമോ വിശ്രമോ ഒന്നുമില്ലെന്ന് പറഞ്ഞ് മൈനാകത്തെ അയാളുടെ ആ അഭിപ്രായത്തെ നിരാകരിച്ചിട്ട് യാത്ര തുടരുകയാണ്. പിന്നെ ഈ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ദേവന്മാരുടെ അപേക്ഷയെ മാനിച്ച് സുരസ ഹനുമാന്റെ ശക്തി കൗശലങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി അവിടെ എത്തിയത്. അവരവിടെ എത്തിയപ്പോൾ ഈ സമുദ്രത്തെ അതിക്രമിച്ച് മറുകരയിലെത്തിയാലും ഏറ്റവും സുരക്ഷിതമായിട്ട് സംരക്ഷിച്ച് നിൽക്കുന്ന ലങ്കാ രാജധാനിയിൽ ഹനുമാന് പ്രവേശിക്കാൻ സാധിക്കുമോ എന്ന് സംശയം തീർക്കാൻ വേണ്ടിയാണ് ഈ സുരസ, നാഗമാതാവാണ്, വെറും സ്ത്രീയല്ല, നാഗമാതാവായ സുരസ അവിടെ വന്നത്. നാഗങ്ങളുടെ എല്ലാം മാതാവാണ്. സംശയം തീർക്കാൻ വേണ്ടിയാണ് വന്നത്. അപ്പോൾ സുരസാദേവി വികൃതയായ ഒരു രാക്ഷസിയുടെ വേഷത്തിൽ ആഞ്ജനേയൻ്റെ മുമ്പിൽ എത്തുകയാണ്. അങ്ങനെ എത്തിയിട്ട് ഹനുമാനെ വിഴുങ്ങാൻ വേണ്ടി വായും തോർത്ത് പിടിച്ചുകൊണ്ടിട്ട് വന്നു. അപ്പോൾ രാമകാര്യാർത്ഥമായി സീതാദർശനത്തിന് വേണ്ടിയാണ് താൻ പോകുന്നത്. അതിനുശേഷം കാര്യം സാധിച്ചു കഴിഞ്ഞിട്ട് ഞാൻ വന്ന് നിങ്ങളുടെ വായിക്കാതെ കയറിക്കോളാം, നിങ്ങൾ തിന്നോ വിഴുങ്ങോ എന്തെങ്കിലും ചെയ്തോ ഒരു പ്രശ്നമില്ല എന്ന് അങ്ങോട്ട് പറഞ്ഞു. 2 പ്രാവശ്യം സുരസയോട് അപേക്ഷിച്ചു. അതൊന്നും അനുവദിച്ചു കൊടുക്കാൻ തയ്യാറായില്ല ഈ നാഗമാതാവ്. അപ്പോൾ ഹനുമാന് മനസ്സിലൊരു വേല തോന്നി. ഒരു പർവ്വതാകാരമായ സ്വരൂപത്തിൽ അങ്ങ് വലുതായി. അഷ്ടൈശ്വര സിദ്ധികൾ ശീലിച്ച ആളല്ലേ, അദ്ദേഹത്തിന് സാധിക്കും. ശരീരത്തെ വലുതാക്കാൻ കഴിയും, ശരീരത്തെ ഗുരുവാക്കാൻ കഴിയുന്നർത്ഥം. ഗുരുമത വലുതാക്കാൻ കഴിയുന്നു. അങ്ങനെ ശരീരം വലുതായി കഴിഞ്ഞപ്പോൾ സുരസയുടെ വായിൽ പ്രവേശിച്ചു. എന്നിട്ട് പെട്ടെന്ന് ശരീരം അങ്ങ് ചുരുക്കി ഒരു ചെറിയ ഒരു ജീവിയായി യോഗശക്തി കൊണ്ട് കൃഷശരീരനായി തീർന്ന് മറ്റൊരു ദ്വാരം എന്ന് പറഞ്ഞാൽ അറിയാലോ, ആ ദ്വാരത്തിലൂടെ പുറത്തുപോയി. എന്നിട്ട് വീണ്ടും ആകാശത്തൂടെ പ്രയാണം തുടങ്ങി. അപ്പോൾ എന്തായാലും നാഗമാതാവ് നാണിച്ചു പോയി. ഉദ്ദേശം ഫലിച്ചില്ല.
ഒരു രക്ഷ ഉണ്ടായില്ല. ഹനുമാൻ്റെ മുമ്പിൽ ആരും ഒന്നുമല്ല. അതാണ് ഈ ഭക്തി കൊണ്ട് സാധിക്കാൻ കഴിയാത്ത ഒരു കാര്യമല്ല. ഭക്തി ഒരു സിദ്ധിയാക്കി വികസിപ്പിച്ചെടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഭക്തന് കഴിയാത്തതായി ഒന്നുമില്ല. പക്ഷേ ഇത് അനായാസം സാധിക്കാവുന്നൊരു കാര്യമല്ല എന്ന് മാത്രമേ ഉള്ളൂ. ഒരുപാട് അനുശീലനങ്ങളും ഒരുപാട് നിയന്ത്രണങ്ങളും ആവശ്യമായി വരുന്നു ഇതിന്. അതാണ് അതിൻ്റെ പ്രധാനമായ കാര്യം. അപ്പോൾ അങ്ങനെ കുറേ അങ്ങോട്ട് പോയപ്പോഴാണ് ഛായാഗ്രാഹിണി എന്ന ഒരു ഭൂതം, ഛായാഗ്രാഹിണി എന്ന ഒരു ഭൂതം വന്നു. നിലടാ അവിടെ, നീ ആര് എന്നും പറഞ്ഞ് ഓടി വരികയാണ്. അപ്പോൾ ഇതിന് ഒരു ഛായാഗ്രാഹിണി എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥം അറിയാമോ? നിഴലിനെ പിടിച്ചു നിർത്താൻ കഴിയുക. അതാർക്കെങ്കിലും പറ്റുമോ? നമ്മളെ ഒരാൾക്ക് വേണമെങ്കിൽ പിടിച്ചു നിർത്തും. അതിക്കളാണെന്ന് പറഞ്ഞ് നമ്മുടെ കയ്യിലോ കാലിലോ പിടിക്കുകയോ ഷർട്ട് പിടിച്ച് വലിക്കുകയോ അല്ലെ സാരിയെ പിടിച്ച് വലിക്കുകയോ ചെയ്താൽ അവിടെ നിർത്താൻ പറ്റും. ഇതങ്ങനെയല്ല. നമ്മുടെ നിഴലിനെ പിടിച്ചു നിർത്തുക. അങ്ങനെ ഒരു രൂപമാണ് ഈ ഭൂതം, ഛായാഗ്രാഹിണി. അതനുസരിച്ച് മുകളിലൂടെ പോകുന്ന ഹനുമാൻ്റെ നിഴലിനെ സമുദ്രത്തിൽ നിന്ന് പിടിച്ചിങ്ങനെ അങ്ങ് പുറകോട്ട് വലിക്കാൻ തുടങ്ങി. ഇതാരാ എനിക്കിങ്ങനെ മാർഗവിഘ്നം ഉണ്ടാക്കുക? എന്നിട്ട് ശരീരം മുമ്പോട്ട് നീങ്ങാതെ പുറകിലോട്ട് പോകാൻ ഒരുങ്ങുകയാണല്ലോ. എൻ്റെ ഗതിക്ക് മാന്ദ്യം വരുന്നല്ലോ, മന്ദത വരുന്നല്ലോ, സ്പീഡ് കുറയുന്നല്ലോ. എന്താണ് കാര്യം എന്ന് ചുറ്റിലും നോക്കി. ചുറ്റിലും ആകാശമല്ലേ, അവിടെ ഒന്നും കാണുന്നില്ല. എവിടെ കാണാൻ? മുകളിലോട്ട് നോക്കി, അവിടെ ആകാശം. സൈഡിലോട്ട് നോക്കി, ഒന്നുമില്ല. താഴോട്ട് നോക്കി, താഴെ സമുദ്രമാണ്. സൂക്ഷിച്ച് നോക്കിയേ പോകേണ്ട. സമുദ്രത്തെ വെള്ളത്തിനകത്ത് ഒരു രൂപം ഇങ്ങനെ കാണുന്നു. എന്തോ ഒരു രൂപം. ആ രൂപമാണ് തന്നെ പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുന്നത്. നീ ആൾ കൊള്ളാമല്ലോ, നീ എൻ്റെ മാർഗം നിരോധിക്കുന്നുവോ എന്നങ്ങോട്ട് വിചാരിച്ചിട്ട് ഹനുമാൻ തൻ്റെ കാല് നീട്ടി ഒരൊറ്റ ചവിട്ടും വെച്ചു കൊടുത്തു. ആ ചവിട്ട് കൊണ്ട് 4 കാരണം കുത്തി സമുദ്രത്തേക്ക് താന്നുപോയി. പിന്നീട് ഇത്രയുള്ള അവിടെ പരീക്ഷണമായിട്ട് വേണം ഇതിനെല്ലാം അതിജീവിക്കുക. അപ്പോൾ ഒരു മാർഗത്തിൽ ഒരു ലക്ഷ്യത്തിൽ എത്തുന്നതിന് വേണ്ടി, ആ ലക്ഷ്യത്തിൽ എത്തുന്നതിന് മുമ്പ് എത്രയോ വൈതരണികളാണ്, എത്രയോ തടസ്സങ്ങളാണ്, എത്രയോ ക്ലേശങ്ങളാണ്, എത്രയോ പിന്മടങ്ങാനുള്ള പ്രേരണയുള്ള അവസരങ്ങളാണ്, അനുഭവങ്ങളാണ് പ്രതികൂലമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരം പ്രതികൂല അനുഭവങ്ങളെ മുഴുവനും അതിജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമാണ്. അപ്പോൾ ജീവിതത്തിൻ്റെ അർത്ഥം എന്താ? വി വാണ്ട് ടു എക്സിസ്റ്റ് ഹിയർ. നമുക്കിവിടെ നിലനിന്നേ പറ്റൂ. നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം? അതിജീവനം ഉണ്ടാവണം. അതിജീവനത്തിൻ്റെ കരുത്തുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നിലനിൽക്കാൻ കഴിയൂ. അതാണ് അതിജീവനത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഗുണവും അതിൻ്റെ താല്പര്യവും. നമുക്ക് നിലനിൽക്കണം അത്യാവശ്യമായിട്ട്. നമുക്കിവിടെ നിലനിന്നേ മതിയാവൂ. ആ ബോധ്യമുണ്ടെങ്കിൽ ഏതുതരം തടസ്സങ്ങൾ ഉണ്ടായാലും അതിനെ തട്ടി നീക്കാൻ നമ്മൾ സദാ ശ്രമിച്ചുകൊണ്ടിരിക്കും, ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും, പരിശ്രമിച്ചുകൊണ്ടിരിക്കും. അത് എല്ലാവരും എല്ലായ്പ്പോഴും എല്ലായിടങ്ങളിലും വിജയിക്കണമെന്നില്ല. അതിനും വേണം ഒരു ഭാഗ്യം. ഭാഗ്യവന്തം പ്രസൂയാഥ എന്നാണ്. അത് ഭാഗ്യം ഉണ്ടാവണം. ആ ഭാഗ്യം വളരെ അത്യാവശ്യമാണ്. അതുണ്ടാവണം. അങ്ങനെ വിധി, ആ ഭാഗ്യം എന്ന് പറഞ്ഞാൽ അവരവരുടെ വിധിയാണ്. അപ്പോൾ അനുസരിച്ച് ആ തടസ്സങ്ങളെ തട്ടി നീക്കാൻ കഴിയുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു വിഘ്നവും കൂടാതെ അക്കരയിൽ സമുദ്രത്തോട് തൊട്ടിടുമ്പ് നിൽക്കുന്ന സുബേല പർവ്വതം, അത് കഴിഞ്ഞാൽ പിന്നെ താഴോട്ടിറങ്ങിയാൽ ലങ്കയായി. ആ സുബേല പർവ്വതത്തിൻ്റെ മുകളിൽ ചെന്നു. അവിടെ ഭൂമിയിൽ ചവിട്ടി ഒന്ന് നിന്നു, ഒരു ശ്വാസം കഴിച്ചു. എന്തായാലും ഭൂമിയിൽ കാലുകുത്തി വളരെ സമാധാനമായി. കുറേ നേരം അവിടെ ഇരുന്ന് അങ്ങനെ വിശ്രമിച്ചു. പിന്നെ ആ പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് ലങ്കാ രാജധാനി ഒന്ന് നോക്കിക്കണ്ടു. അത്രയുമാണ് നമുക്കിന്ന്. ബാക്കി നമുക്കിനി സുന്ദരകാന്ഡം കുറച്ച് ഭാഗം വായിക്കുകയാണ്. വളരെ ശ്രദ്ധാപൂർവം എല്ലാവരും അത് നോക്കണം. നല്ല ഒരു കാണ്ഡമാണിത്, ഈ സുന്ദരകാന്ഡം എന്ന് പറയുന്നത്. ശ്രദ്ധിച്ച് അത് നോക്കണം. സകല ശുകകുല വിമല തിലകിത കളേബരേ സാരസ്യ പീയൂഷ സാര സർവസ്വമേ കഥയ മമ കഥകൾ അതിസാദരം കാകുൽസ്ഥലീലകൾ കേട്ടാൽ മതിവര കിളിമകളോട് അതിസരസമിതി രഘുകുലാധിപൻ കീർത്തി കേട്ടിടുവാൻ ചോദിച്ച
ചിരിച്ചനന്തരം കളമൊഴിയും അഴകിനോടു തൊഴുതു ചൊല്ലിടിനാൾ കാരുണ്യമൂർത്തിയെ ചിന്തിച്ചു മാനസേ. ഹിമശിഖരി സുതയോടു ചിരിച്ചു ഗംഗാധരൻ എങ്കിലോ കേട്ടുകൊള്ളുക എന്നരുളി ചെയ്തു. ലവണജലനിധി ശതകയോജന വിസ്തൃതം ലംഘിച്ചു ലങ്കയിൽ ചെല്ലുവാൻ മാരുതി മനുജ പരിവൃഢചരണ നളിനയുഗളം മുദാ മാനസേ ചിന്തിച്ചുറപ്പിച്ചു നിശ്ചലം. കപിവരരോടമിത ബലസഹിതം ഉര ചെയ്തിതു കണ്ടുകൊള്ളിൻ നിങ്ങളെങ്കിൽ എല്ലാവരും. മമ ജനക സദൃശനഹം അതിജബലം അംബരേ മാനേന പോകുന്നിത് ആശരേശാലയേ അജതനയ തനയ ശരസമം അധിക സാഹസാൽ അദ്യൈവ പശ്യാമി രാമപത്നീമഹം. അഖില ജഗദധിപനോടു വിരവിലറിയിപ്പനിങ്ങദ്യ കൃതാർത്ഥനായേൻ കൃതാർത്ഥോസ്മ്യഹം പ്രണതജന ബഹുജനന മരണഹരനാമകം. പ്രാണപ്രയാണകാലേ നിരൂപിപ്പവൻ ജനിമരണ ജലനിധിയ വിരവൊടു കടക്കും അജന്മനാ കിം പുനസ്തസ്യ ദൂതോസ്മ്യഹം. തദനു മമ ഹൃദി സപതി രഘുപതിരനാരതം തസ്യാങ്കുലീയവുമുണ്ടു ശിരസി മേ കിമഭി നഹി ഭയമുദധി സപതി തരിതും നിങ്ങൾ കീശപ്രവരരേ ഖേദിയായി ഖേതുമേ. ഇതി പവനതനയനുര ചെയ്തു വാലും നിജമേറ്റമുയർത്തി പരത്തിക്കരങ്ങളും അതിവിപുലകളതലവും ആർജവമാക്കി നിന്ന് ആകുഞ്ചിതാംഘ്രിയായി ഊർധ്വനയനായി ദശവദനപുരിയിൽ നിജഹൃദയവുമുറപ്പിച്ചു ദക്ഷിണദിക്കുമാലോക്യ ചാടിയിടിനാൻ. പതകപതിരിവ മാർഗവിഘ്നമാണ് പറയുന്നത്. ഇത്രയും വായിച്ച ഭാഗം കണ്ടിരിക്കുമല്ലോ. എങ്ങനെയാണ് പദം തിരിഞ്ഞ് വരുന്നതെന്ന് ശ്രദ്ധിച്ച് നോക്കണം. എന്നിട്ട് വീട്ടിൽ ഇരുന്ന് അതൊന്ന് ഇന്ന് തന്നെ ഒന്ന് വായിച്ചു നോക്കണം. കുറച്ച് ഭാഗം ഒക്കുന്നത് പോലെ. പതകപതിരിവ പവനസുതനഥ വിഹായസ ഭാനുബിംബാഭയ പോകും ദശാന്തരേ അമരസമുദയം അനിലതനയ ബലവേഗങ്ങളാലോക്യ ചൊന്നാർ പരീക്ഷണാർത്ഥം. തഥാ സുരസയോടു പവനസുത സുഖഗതി മുടക്കുവാൻ തൂർണം നടന്നിതു നാഗജനനിയും. ത്വരിതമനിലജ മതിബലങ്ങളറിഞ്ഞ് അതിസൂക്ഷ്മദൃശാ വരിക എന്നതു കേട്ടവൾ ഗഗനപതി പവനസുത ജവഗതി മുടക്കുവാൻ ഗർവേണ ചെന്നു തൽസന്നിധൗമേവിനാൾ. കഠിനതരമലറി അവൾ അവനോടുര ചെയ്തിതു കണ്ടീലയോ ഭവാൻ എന്നെ കവിവര ഭയരഹിതമിതുവഴി നടക്കുന്നവർകളെ ഭക്ഷിപ്പതിന്നുമാം കൽപ്പിച്ചിതീശ്വരൻ. വിധിവിഹിതവശനമിഹ നൂനമദ്യത്വയാ വീര വിശപ്പെനിക്കേറ്റമുണ്ടോർക്ക നീ. മമ വദന കുഹരമതിൽ വിരവിനോടു പൂക നീ മറ്റൊന്നുമോർത്തു കാലം കളയായി കേടോ. സരസം ഇതിരഭസതരം അവനു സുരസാഗിരം സഹസാൽ കേട്ട് അനിലാത്മജൻ ചൊല്ലിനാൻ. അഹമഖില ജഗദധിപനമര ഗുരുശാസനാൽ. കണ്ടോ പദം തിരിഞ്ഞു വരുന്നത് കണ്ടോ. അഹം അഖില ജഗദധിപൻ അമര ഗുരുശാസനാൽ ആശു
സീതാന്വേഷണത്തിനു പോകുന്നു. അവളെ നിശിചരപുരയിൽ വിരവിനോടു ചെന്നു കണ്ട് അദ്യവാശോവ, ഇന്നോ നാളെ എന്നർത്ഥം, അദ്യവാശോവ വരുന്നതുമുണ്ടു ഞാൻ ജനക നരപതി ദുഹിതചരിതമഖിലം ദ്രുതം ചെന്നു രഘുപതിയോടറിയിച്ചു ഞാൻ തവ വദന ഗുഹരമതിൽ അപഗത ഭയാകുലം താൽപര്യം ഉൾക്കൊണ്ട് വന്നു പൊക്കിടുവൻ അനൃതം അകതളിരിൽ ഒരു പൊഴുതും അറിവീലഹമാശു മാർഗം ദേഹി ദേവീ നമോസ്തുതേ. തദനു കവികുലവരനോട് അവളും ഉര ചെയ്തിത് ദാഹവും ക്ഷുത്തും പൊറുക്കരുതേതുമേ മനസി തവ സുദൃഢമിതി യതി സപതി സാദരം. വാ വിളർന്നീട് എന്നും മാരുതി ചൊല്ലിനാൻ അതിവിപുലമുടലും ഒരു യോജനായാമമായി ആശുകനന്ദനൻ. ആശുകൻ പെട്ടെന്ന് ഗമിക്കാൻ കഴിയുന്ന, പെട്ടെന്ന് ഗമിക്കുന്നവൻ, വായുവിൻ്റെ പുത്രൻ എന്നർത്ഥം, വളരെ സ്പീഡുള്ളവൻ. ആശുകനന്ദനൻ നിന്നതു കണ്ട് അവൾ അതിലധികതരവദന വിവരമുട് അനാകുലം അദ്ഭുതമായ 5 യോജന വിസ്തൃതം പവനതനയനുമതിനു ഝടിതി ദശയോജന പരിമിതി കലർന്നു കാണായോരനന്തരം നിജ മനസി ഗുരുകുതുകമുടു സുരസയും തഥാ നിന്നാൾ 20 യോജന വായുമായി മുഖഗുഹരം അതിവിപുലമിതി കരുതി മാരുതി 30 യോജന വണ്ണമായി മേവിനാൻ. അലമലം മതിമതിന അലമലം ഇതയം അമലൻ അരുത് ജയമാർക്കുമെന്ന് 50 യോജന വാവിളർന്നീടിനാൾ. അതുപൊഴുത് പവനസുതൻ അതികൃശരീരനായി അങ്കുഷ്ഠതുല്യനായി, തള്ളവരലിൻ്റെ അത്രയും വലിപ്പത്തിൽ അങ്കുഷ്ഠതുല്യനായി ഉൾപ്പുക്കരുളിനാൻ. തദനു ലഘുതരമവനും ഉരുതര തപോബലാൽ തത്ര പുറത്തു പുറപ്പെട്ടു ചൊല്ലിനാൻ. ശൃണു സുമുഖി സുരസുഖപരേ സുരസേ ശുഭേ ശുദ്ധേ ഭുജംഗമാതാവേ നമോസ്തുതേ. ശരണമിഹ ചരണ സരസിജയുഗളമേവ ദേശാന്തേ ശരണേ നമസ്തേ നമോസ്തുതേ. പ്ലവക പരിവൃഢവചന നിശമന ദശാന്തരേ പേർത്തും ചിരിച്ചു പറഞ്ഞു സുരസയും വരിക തവ ജയം അതിസുഖേന പോയി ചെന്നു നീ വല്ലഭാവൃത്താന്തം ഉള്ളവണ്ണം മുതാ രഘുപതിയോടഖിലമറിയിക്ക തൽക്കോപേന രക്ഷോഗണത്തെയും ഒക്കെയൊടുക്കണം അറിവതിനു തവ ബലവിവേകവേഗാദികൾ ആതിഥേയന്മാരയച്ചു വന്നേനഹം നിജചരിതമഖിലം അവനോടറിയിച്ചു പോയി നിർജ്ജരലോകം ഗമിച്ചാൾ സുരസയും. അവിടെ നിൽക്കട്ടെ. ഇതാണ് സുന്ദരകാന്ഡത്തിൻ്റെ ആരംഭം.